ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. ഉറങ്ങിക്കിടക്കുന്ന ദീപക്കിൻ്റെ അടുത്തോട്ട് അംബിക ബെഡ് കോഫിയായിട്ട് വരുവാണ്. അംബികയാണെങ്കിൽ കഴുത്തിലിങ്ങനെ നെക്ക് ബെൽറ്റും ഒക്കെ ഇട്ടിരിക്കുക. മോനെ ദീപക്കേ, ദീപക്കേ, മോനെ, എടാ മോനെ ദീപക്കേ എന്നൊക്കെ വിളിച്ചിട്ടും ദീപക്കിൻ്റെ ഒരനക്കവും ഇല്ല. എന്താ ഇവൻ വിളിച്ചിട്ട് അനങ്ങാത്തത്, ഒന്ന് കുലുക്കി നോക്കിയാലോ എന്നിങ്ങനെ അംബിക മനസ്സിൽ വിചാരിക്കുക. അയ്യോ വേണ്ട, ചിലപ്പോൾ എഴുന്നേറ്റ് കഴുത്തിന് പിടിച്ചാലോ, അയ്യോ എന്നെ കൊന്നാലോ. മോനെ, മോനെ ദീപക്കേ എന്നിങ്ങനെ വീണ്ടും വിളിക്കുമ്പോൾ ദീപക്ക് ചെറുതായിട്ടൊന്ന് അനങ്ങുന്നുണ്ട്. ഓ സമാധാനം, ചത്തിട്ടില്ല. മോനെ വേണ്ട ബെഡ് കോഫി എന്ന് പറയുമ്പോൾ ദീപക്ക് പതുക്കെ കണ്ണു തുറന്ന് അമ്മയെ നോക്കുന്നുണ്ട്. അംബികയുടെ മോനല്ലേ, നാണവും മാനവും ഇല്ലാത്തവനാണല്ലോ. അവൻ പതുക്കെ എഴുന്നേറ്റ് പതിവ് പോലൊരു ചെറിയ ചിരിയോടെ അമ്മയുടെ കയ്യിൽ നിന്ന് ബെഡ് കോഫി വാങ്ങി കുടിക്കുവാണ്. എന്നിട്ട് അമ്മയുടെ കഴുത്തിലോട്ട് നോക്കിയിട്ട്, സോറി അമ്മേ, എൻ്റെ അന്നേരത്തെ ഒരു ടെൻഷനിൽ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു പോയതാ. അല്ലെങ്കിലും പിള്ള ചവിട്ടിയാൽ തള്ളയ്ക്ക് കേടില്ലെന്നല്ലേ പറയുന്നത് അമ്മ, അതുകൊണ്ട് എന്നോടങ്ങ് ക്ഷമിക്കും. അയ്യോ മോനെ, അങ്ങനല്ല, അമ്മ ചവിട്ടിയാൽ ആ പിള്ളയ്ക്ക് കേടില്ല എന്ന് പറയുന്നത്. അതെല്ലാം പോട്ടെ, അമ്മ പറയുന്നത് മോൻ കേൾക്കണം. മോൻ പ്രതാപനെ വെറുപ്പിക്കണ്ട, അവനോട് സ്നേഹത്തോടെ പെരുമാറണം. എന്ന് പറഞ്ഞാൽ ഞാൻ സ്വീപ്പർ പണിക്ക് പോകണമെന്നാണോ അമ്മ പറയുന്നത്? എൻ്റെ മോൻ പോകണം. ഒരാഴ്ചയിൽ കൂടുതൽ എൻ്റെ മോന് പോകേണ്ടി വരില്ല. അതിനു മുമ്പേ ഈ അമ്മ പ്രതാപനെ കിടത്തിയിരിക്കും. അത് കേട്ടതും പെട്ടെന്ന് ദീപക്ക് കട്ടിലേന്ന് എഴുന്നേറ്റിട്ട്, അമ്മേ, അമ്മ പറഞ്ഞത് ശരിയാണോ അമ്മേ? അതേടാ, ഈ പറയുന്നത് മോനെ നിൻ്റെ അമ്മ അംബിക വർമ്മയാണ്. എൻ്റെ മോൻ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. എനിക്ക് വേണ്ട, അത് നിങ്ങളെടുത്തു പോയി കഴിക്കാനൊന്നും. ഈ സമയം ഡൈനിങ് ടേബിളിൽ രാജുവും ഋതികയും ശേഖരനും അപ്പുവും എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാണ്. യാമിനി അവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇങ്ങനെ വിളമ്പി കൊടുത്തോണ്ട് നിൽക്കുവാണ്. ശേഖരൻ യാമിനിയോട് ചോദിക്കുന്നു, അല്ല ചേട്ടൻ വന്നില്ലല്ലോ? അപ്പോൾ യാമിനി പറയോ, ചേട്ടൻ മാത്രമല്ലല്ലോ, മറ്റുള്ളവരും ഇനി വരാൻ കിടക്കുമല്ലേ. അവരങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ താണ്ട മുകളിലെ സ്റ്റെപ്പിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്ന ഒരു പ്രതിമ പോലെ അംബിക കഴുത്തിലിങ്ങനെ നെക്ക് ബെൽറ്റും ഒക്കെ ഇട്ടുകൊണ്ട്. അപ്പു അത് കണ്ടിട്ട് ഉടനെ പറയുക, ചേച്ചി ഒരു പെടലി വരുന്നു. പെടലിയോ എന്നും പറഞ്ഞ് എല്ലാവരും നോക്കുമ്പോൾ അംബിക ഇങ്ങനെ കഴുത്തിൽ നെക്ക് ബെൽറ്റും ഒക്കെ ഇട്ടിങ്ങനെ ഒരു മരപ്പാവ വരുന്ന പോലെ ഇങ്ങനെ വരുന്നുണ്ട്. അംബികയുടെ ആ വരവ് കണ്ടിട്ട് അപ്പുവിന് ചിരി അടക്കാൻ പറ്റുന്നില്ല. അപ്പു ചിരിക്കുവാണ്. അപ്പോൾ യാമിനി വിലക്കുക, അപ്പു വേണ്ട, ഒന്ന് പതുക്കെ എൻ്റെ അപ്പു, അവർ കേട്ടാലേ വല്ല ചീത്തയും പറയും. ഒന്നാമത് ഇന്നലെ മുതലേ അവരുടെ കൺട്രോൾ പോയി നടക്കുക. അംബികയെ അങ്ങനെ പതുക്കെ വന്ന് അനങ്ങാമയ്യാതെ നിൽക്കുവാണ്. ആരും ഒന്നും ചോദിക്കുന്നില്ല. പെട്ടെന്നൊരു ചെയർ അങ്ങോട്ട് നീക്കിയിട്ടിട്ട് അംബികയെ അങ്ങോട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇരിക്കുവാണ്. എന്നിട്ട് പറയുക, ചിരിയും നെകളിപ്പൊക്കെ എനിക്ക് നിർത്തിക്കാൻ അറിയാം, പിന്നെ ചിലതൊക്കെ ഞാനങ്ങ് ക്ഷമിക്കുക. ചിരി അടക്കി പിടിച്ചോണ്ട് ഋതിക പതുക്കെ പറയുക, ഇപ്പോൾ ഇച്ചിരി സമയം മോശമാണ്. എന്താടി നീ പറഞ്ഞത്? അംബിക ഉടനെ ചോദിക്കുക. അയ്യോ അത് അമ്മായിയുടെ പെടലിക്ക് ഇത് എന്തു പറ്റിയെന്ന് ഞാൻ രാജുവിനോട് ചോദിക്കുമായിരുന്നു. അതിനത് രാജുവിനോട് എന്തിനാ ചോദിക്കുന്നത്? എന്നോടങ്ങ് ചോദിച്ചാൽ പോരെ. ഉടനെ അപ്പു ചോദിക്കുക, അല്ല അമ്മായിയുടെ പെടലിക്ക് സത്യത്തിൽ എന്താ പറ്റിയത്? എന്താടി നീ എന്നെ ആക്കിയതാണോ? അയ്യോ എൻ്റെ അമ്മായി എന്തൊക്കെയായി പറയുന്നത്? എൻ്റെ അമ്മായിക്കൊരു അസുഖം വന്നാൽ ഞങ്ങൾക്ക് ചോദിച്ചൂടെ? അംബികയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള പാത്രം ഇങ്ങോട്ട് എടുക്കാൻ പോലും പറ്റുന്നില്ല. അത് കണ്ടിട്ട് ഒരു കളിയാക്കൽ പോലെയും വിഷമത്തോടെയും ഋതിക പറയുക, പാവം, ഒരു പാത്രം എടുക്കാൻ പോലും എൻ്റെ അമ്മായിക്ക് കഴിയുന്നില്ലല്ലോ. ദേഷ്യം സഹിക്കാൻ വയ്യാതെ അംബിക, നിൻ്റെയൊക്കെ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് പെടലി ഭയങ്കര വേദന കൊണ്ട് അംബിക ഇങ്ങനെ അയ്യോ എന്നും പറഞ്ഞ് കഴുത്തിന് പിടിക്കുമ്പോൾ രാജുവിനത് കണ്ടിട്ട് ചിരി സഹിക്കാൻ വയ്യ. രാജു ഇങ്ങനെ ദോശ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അംബികയുടെ ഈ പ്രകടനം. അപ്പോൾ രാജുവിൻ്റെ നെറുകയിലോട്ട് പോയതുപോലെ തോന്നി. പെട്ടെന്ന് ഋതിക വെള്ളം എടുത്തിട്ട്, രാജു വെള്ളം കുടിക്ക്. അപ്പോൾ രാജു ചിരിച്ചുകൊണ്ട് പറയുക, നാളത്തെ പേപ്പറിലെങ്ങാനും വന്നാലോ, തൊണ്ടയിൽ ദോശ കുടുങ്ങി ചത്തെന്ന്. കേട്ട് എല്ലാവരും അംബികയെ നോക്കി ഇങ്ങനെ ചിരിക്കുവാണ്. അംബികയാണെങ്കിൽ ഇങ്ങനെ ദേഷ്യത്തോടെ എല്ലാത്തിനെയും നോക്കി ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ പ്രതാപൻ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. എല്ലാവരുടെയും ചിരിയും കളിയൊക്കെ ഡൈനിങ് ടേബിളിൽ കണ്ടിട്ട് പ്രതാപന് സന്തോഷത്തോടെ വന്നിട്ട് ചോദിക്കുന്നു, എന്താ എല്ലാവരും വലിയൊരു തമാശ? അപ്പു പറയാ, വല്യച്ഛന് കേൾക്കണോ, രാജുവേട്ടൻ ദോശ വിഴുങ്ങി. എന്ത് ദോശ വിഴുങ്ങിയെന്നോ? അത് കേട്ടോണ്ട് ചിരിച്ചോണ്ട് ഋതിക പറയുക, നമുക്ക് ഇന്ന് മുതൽ രാജുവിനെ ദോശ വിഴുങ്ങി രാജു എന്ന് വിളിക്കാം. ഡൈനിങ് ടേബിളിലെ ആ ചിരിയും സന്തോഷമൊന്നും അംബികയ്ക്ക് അങ്ങോട്ട് സഹിക്കുന്നില്ല. പെട്ടെന്ന് പ്രതാപൻ അംബികയെ നോക്കുന്നുണ്ട്. അംബികയുടെ നെക്ക് ബെൽറ്റ് കണ്ടിട്ട് വിഷമത്തോടെ പ്രതാപൻ, അയ്യോ ചേച്ചിക്കിതെന്ത് പറ്റി? അയ്യോ പ്രതാപ, എൻ്റെ പെടലി ഒന്ന് വെട്ടി, ചെറുതായിട്ടൊന്ന് ഉളുക്കിയതാ.
ശേഖരൻ ചിരിച്ചോണ്ട് ചോദിക്കുക, അത് ഞങ്ങൾക്ക് മനസ്സിലായി, അതെങ്ങനെ പറ്റിയെന്നാ ചേട്ടൻ ചോദിക്കുന്നത്? എന്ത് കള്ളത്തരമാണ് ഇവരോട് പറയണ്ടെന്ന് ആലോചിക്കുക. എന്നിട്ട് പെട്ടെന്ന് അംബിക, ഞാനേ ഒരു സ്വപ്നം കണ്ട് ഉറക്കത്തില്ല, ഒരു ദുസ്വപ്നം. അങ്ങനെ സ്വപ്നം കണ്ടപ്പോൾ ഞാൻ കട്ടിലിൽ നിന്ന് അങ്ങ് താഴെ വീണു. അത് കേട്ടിട്ട് ഋതിക ചിരിച്ചോണ്ട് പറയാം, ഇത് നുണയാ. ഇന്നലെ രാത്രിയിലെ അമ്മയും മകനും കൂടെ അടിയുണ്ടാക്കി കാണും. അവൻ അമ്മായിയെ എടുത്ത് എറിഞ്ഞതായിരിക്കും അല്ലേ അമ്മായി? ഇവക്കിതൊന്നും കിട്ടിയാൽ പോരാ എന്നുള്ള വിചാരമാണ് മറ്റുള്ളവർക്കല്ല. അവരിങ്ങനെ ചിരിയടക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. പ്രതാപൻ പെട്ടെന്ന് അംബികയോട് പറയാ, ചേച്ചി ഇതിങ്ങനെ വെച്ചോണ്ടിരിക്കണ്ട, പെട്ടെന്ന് നമുക്കൊരു ഡോക്ടറെ വിളിക്കാം. വേണ്ട പ്രതാപ, ഇത് തന്നെ അങ്ങ് മാറിക്കോളും. അവരെല്ലാവരും അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ താണ്ട ദീപക്ക് മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരുന്നുണ്ട്. ഇതിനു മുമ്പ് കോട്ടും സൂട്ടും ഒക്കെ അണിഞ്ഞ് ഒരുങ്ങി വരുന്ന ദീപക്ക് സാധാരണ ഒരു ഡ്രസ്സിൽ താഴോട്ട് വരുന്നുണ്ട്. അവിടെ ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്ന ആരെയും മൈൻഡ് ചെയ്യാതെ ദീപക് അങ്ങനെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് യാമിനി ചോദിക്കുന്നു, ദീപക് എന്താ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ലേ? ദീപക് എല്ലാവരെയും ഒന്ന് ദേഷ്യത്തോടെ നോക്കിയിട്ട് എനിക്കൊന്നും വേണ്ട എന്നും പറഞ്ഞ് ദീപക് അങ്ങനെ നടന്നു പോവുകയാണ്. യാമിനി പ്രതാപനോട് പറയുന്നു, ചേട്ടൻ വിളിച്ചാൽ അവൻ കഴിക്കും. ഒട്ടും താല്പര്യമില്ലാതെ പ്രതാപൻ പറയാം, അവന് വിശപ്പുണ്ടെങ്കിൽ അവൻ വന്ന് കഴിച്ചോളും എന്ന് പറയും. ഇത് അംബികയ്ക്ക് സൂഹിക്കുന്നില്ല. മോനെ പ്രതാപ, അവൻ ഇതോടെ നന്നാവും. അത് കേട്ട് ഋതിക, അവൻ നന്നായാൽ അവന് കൊള്ളാം. അപ്പോൾ അംബികയുടെ ഫോണിലോട്ടൊരു കോൾ വരുന്നുണ്ട്. അംബിക ആ ഫോൺ കോൾ കാണുന്നെങ്കിലും എടുക്കാൻ പറ്റുന്നില്ല. അത് കണ്ടുകൊണ്ട് പ്രതാപൻ പറയുന്നു, അപ്പു നീ ആ ഫോൺ എടുത്തു കൊടുത്തേ. അപ്പോൾ അംബികയ്ക്ക് ഫോൺ അപ്പു എടുത്ത് കൊടുക്കുവാണ്. ആ ഫോൺ അറ്റൻഡ് ചെയ്യുവാണ് അംബിക. ഞാൻ സെൻട്രൽ ജയിലിൽ നിന്ന് ഇന്ദ്രഭാനു രാമചന്ദ്രനാ, ആ പഴയ CI. എല്ലാ കാര്യങ്ങളും ഞാൻ വിളിച്ച് പറയുവേ. അത് കേട്ടതോ അംബിക ഒന്ന് ഞെട്ടുന്നുണ്ടെങ്കിലും അവിടെ വെച്ച നല്ല അഭിനയമാണ് അംബിക. ചിരിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുവാണ് ഫോണും പിടിച്ചോണ്ട്. എൻ്റെ ക്യാഷിൻ്റെ കാര്യം എന്തായി എന്നിങ്ങനെ ദേഷ്യത്തോടെ CI ചോദിക്കുവാണ്. എന്തെങ്കിലും തരികിട കാണിക്കാനാ നിങ്ങളുടെ പരിപാടിയെങ്കിൽ എല്ലാം ഞാൻ കോടതിയിൽ വിളിച്ച് പറയുവേ. എല്ലാവരും അംബികയെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. അംബിക ഉടനെ പറയുക, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുവാണേ, ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തിരികെ അങ്ങോട്ട് വിളിച്ചോളാം. ആരാ ചേച്ചി വിളിച്ചത് എന്ന് പ്രതാപൻ ചോദിക്കുമ്പോൾ അംബിക പറയുക, അതേ ക്ലബ്ബിൽ നിന്ന് പുഷ്പകല വിളിച്ചതാ. അംബിക പറയുന്ന നുണയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്. ഇവരെന്തോ കള്ളത്തരം മറയ്ക്കുന്നുണ്ടല്ലോ എന്നവർക്ക് മനസ്സിലാകുന്നുമുണ്ട്. പെട്ടെന്ന് പ്രതാപൻ, ഋതുമോളെ ഓഫീസിൽ കയറണ്ടെന്ന് വിചാരിച്ച് ഉത്തരവാദിത്വം ഏറ്റെടുക്കണ്ടെന്ന് വല്ല ഉദ്ദേശമുണ്ടോ? പെട്ടെന്നങ്ങനെ പ്രതാപൻ ചോദിച്ചപ്പോൾ അച്ഛാ അത് എന്നിങ്ങനെ ഋതിക ഒരു സങ്കടത്തോടെ പറയുമ്പോൾ പ്രതാപൻ പറയുക, നിനക്ക് ഞാൻ ചെറിയ ചെറിയ ശിക്ഷകൾ തരുന്നതേ നീ നന്നാകാൻ വേണ്ടിയാ. ഈ സ്ഥാപനങ്ങളെല്ലാം നിൻ്റെയും രാജുവിൻ്റെയാ. ഇതെല്ലാം നിങ്ങൾ തന്നെ നോക്കി നടത്തണം. യാമിനിക്കും ശേഖരനും അപ്പുവിനും ഒക്കെ വലിയ സന്തോഷം. അതുകൊണ്ട് ഋതുമോളെ ഞാൻ വീണ്ടും പറയുക, ഓഫീസ് കാര്യങ്ങളിൽ നീ വീണ്ടും സജീവമാകണം. ശരി അച്ഛാ എന്നിങ്ങനെ ഋതിക പറയുമ്പോൾ പെട്ടെന്ന് രാജു പറയുക, സാർ അപ്പോൾ ഇന്നു മുതൽ എനിക്ക് സാറിനോടൊപ്പം വരാമല്ലോ? അത് വേണ്ട, നീ ഋതിയോടൊപ്പം ഓഫീസിൽ പോയി കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി. തൽക്കാലം അങ്ങനെ തന്നെ പോകട്ടെ. എന്താ പ്രതാപൻ അങ്ങനെ പറഞ്ഞത്? ഇവനെപ്പറ്റി ഇനി വലിയ അഭിപ്രായം ഇല്ലയോ? ഈ സമയത്ത് എന്തെങ്കിലും രാജുവിനെക്കുറിച്ച് പറഞ്ഞു കൊടുത്താൽ ഏക്കുവോ എന്നുള്ള ചിന്തയിലാണ് അംബിക. അങ്ങനെ എങ്ങനെയൊക്കെയോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അംബിക പുറത്തോട്ട് വന്നെന്ന് ഫോൺ ചെയ്യുവാണ് CIക്ക്. ആരെങ്കിലും വരുന്നുണ്ടോ, എവിടെങ്കിലും ആരെങ്കിലും നിൽക്കുന്നുണ്ടോ എന്നൊക്കെ ചുറ്റുപാട് നോക്കിയിട്ടാണ് അംബിക ഫോൺ ചെയ്യുന്നത്. ഞാനാ അംബിക വർമ്മ. എന്താ ഞാൻ വിളിച്ചത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? CI ദേഷ്യത്തോടാണ്. കേടോ തനിക്ക് എങ്ങനെയാണോ എൻ്റെ നമ്പർ കിട്ടിയത്? ഞാനേ വളരെ പിടിപാടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. ഈ രാജ്യത്തുള്ള ആരുടെ നമ്പരും എനിക്ക് എവിടെ നിന്നും കിട്ടും. എടോ നിങ്ങൾ വിളിച്ചപ്പോൾ പ്രതാപൻ എൻ്റെ അടുത്തുണ്ടായിരുന്നു, അതിന് ഞാൻ എന്ത് വേണം? അംബിക അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഋതികയും രാജുവും ഓഫീസിൽ പോകാനായിട്ട് ഇറങ്ങി വരുന്നുണ്ട്. CI ദേഷ്യത്തോടെ അംബികയോട് ചോദിക്കുന്നത്, എനിക്കറിയേണ്ടത് എൻ്റെ ക്യാഷിൻ്റെ കാര്യമാണ്, അതെന്തായി? അതെ, ക്യാഷ് എൻ്റെ മകൻ ദീപക് വിദേശത്തേക്ക് അയച്ചിരിക്കുക. ഒരു ബിനാമി വഴി അത് ഘട്ടം ഘട്ടമായി നിങ്ങളുടെ അക്കൗണ്ടിലെത്തും. അംബിക ഇങ്ങനെ പറയുന്നത് രാജുവും ഋതികയും കേൾക്കുവാണ്. രാജുവും ഋതികയും അവിടെ നിൽക്കുന്നത് അറിയാതെ അംബിക CIയോട് സംസാരിക്കുവാണ്. CI പറയുക, അതൊന്നും പറ്റില്ല, എനിക്ക് 10 കോടി ഒരുമിച്ച് വേണം. അയ്യോ, അതങ്ങനെ ഒരുമിച്ച് അയച്ചാലേ 2 കൂട്ടർക്കും പ്രശ്നമാണ്. നിങ്ങൾ എന്തുപോയി പറയുന്നത്? എന്ത് പ്രശ്നമാണ്? 10 കോടി ഒരു അക്കൗണ്ടിലോട്ട് ഒരുമിച്ച് വന്നാലേ അപ്പോഴേ അന്വേഷണം വരും, വിജിലൻസുകാർ പിടികൂടും. ആദ്യം താൻ എന്നെ ഒന്ന് വിശ്വസിക്ക്. കാശിൻ്റെ കാര്യത്തിൽ ഞാൻ ആരെയും പറ്റിക്കില്ല, ഇത് ഉറപ്പാണ്.
എന്നിങ്ങനെ CIയോട് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ താൻ്റെ രാജുവും ഋതികയും അവിടെ നിൽക്കുവാണ്. അവരെ കണ്ട് അംബിക ഒന്ന് ഞെട്ടി. ദൈവമേ, ഞാൻ പറഞ്ഞതൊക്കെ ഇവർ കേട്ടോ? രാജുവും ഋതികയും കൂടെ അംബികയുടെ അടുത്തോട്ട് വന്നിട്ട് ഋതിക ചോദിക്കുക, അത് ശരി, അപ്പം നിങ്ങളും കൂടെ അറിഞ്ഞുകൊണ്ടാണ് ദീപക്ക് കോടികൾ അടിച്ച് മാറ്റിയത് അല്ലേ? രാജു അത് കേട്ടിട്ട് പറയുക, ഈ കാര്യത്തിലേ എനിക്ക് നേരത്തെ ഡൗട്ടുണ്ടായിരുന്നു. ഇവർ പറഞ്ഞിട്ടാ അവൻ ആ 10 കോടി അവിടെ നിന്ന് അടിച്ച് മാറ്റിയത്. ഋതിക ദേഷ്യത്തോടെ ചോദിക്കുക, അമ്മയും മകനും ചേർന്ന് ഇത്രയും കോടികൾ മറിച്ചത് എന്തിനായിരുന്നു? ഇതിൻ്റെ പിന്നിൽ എന്തോ ഒരു ചതിയുണ്ട് ഋതു എന്നിങ്ങനെ രാജു പറയുമ്പോൾ ഋതിക പറയുക, എന്നെയും രാജുവിനെയും ഇല്ലാതാക്കാൻ ആർക്കെങ്കിലും കൊട്ടേഷൻ കൊടുത്തതിൻ്റെ തുകയാണോ അത്? അതായിരിക്കില്ല ഋതു, ഒരു പക്ഷേ ജഗന്നാഥനെങ്കിലിനെ വെടിവെച്ച് കൊന്നതിൻ്റെ പ്രതിഫലമാണോ ഇത്? രാജു ഇങ്ങനെ പറഞ്ഞതും അംബിക ഇങ്ങനെ ഞെട്ടി നിൽക്കുവാണ്. എല്ലാം തുറന്ന് പറഞ്ഞോ അമ്മായി ഇങ്ങോട്ട്. എടി, എനിക്ക് നിന്നോട് തുറന്ന് പറയാൻ മനസ്സില്ലെങ്കിലോ? എന്നാലേ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കാൻ എനിക്കറിയാം. എടി, കുറേ നാളായല്ലോടി നീയെല്ലാം ശ്രമം തുടങ്ങിയിട്ട്. എന്നിട്ട് എന്തെങ്കിലും നടന്നോടി. ഈ അംബികയുടെ നേരെ കളിക്കുമ്പോൾ സൂക്ഷിച്ചോണം. രാജു പറയുക, വേണമെങ്കിലേ ഈ അമ്മയുടെയും മകൻ്റെയും നേർക്ക് 3-ാം മറ പ്രയോഗിക്കാനും എനിക്കറിയാം. ഋതികയെ അംബികയെ വിടാൻ പ്ലാനില്ല. സത്യം പറഞ്ഞോ, ആ 10 കോടി രൂപ നിങ്ങൾ ആർക്കാ കൊടുത്തത്? നിങ്ങൾ എന്താ ഒന്നും പറയാത്തത്? നിങ്ങൾ എന്തിനു വേണ്ടി കൊടുത്തെന്ന്? എടി, അതെ, പ്രതാപൻ്റെ പണം എൻ്റെയും കൂടിയാ. അത് ഞാൻ എനിക്കിഷ്ടമുള്ളതുപോലെ ചെലവാക്കും. നീയൊക്കെ ആരാടാ എന്നോട് ചോദിക്കാൻ? എന്നാലേ നിങ്ങളുടെ ചേർന്നായി തിരുമറി നടത്തിയെന്ന് ഞാൻ എൻ്റെ അച്ഛനോട് പറയുമമ്മായി. എന്നാൽ നീ അങ്ങോട്ട് ചെന്ന് പറയടി. നീ എന്തൊക്കെ പറഞ്ഞാലും അവൻ അതൊന്നും വിശ്വസിക്കത്തില്ല. കാരണമേ, അവൻ എന്നെ അത്രയ്ക്ക് സ്നേഹവും വിശ്വാസവുമാണ്. അതുകൊണ്ട് നീ പോയി വേറെ വല്ല പണിയും നോക്കടി എന്ന് പറഞ്ഞിട്ട് അംബിക അവിടെ നിന്ന് അങ്ങ് പോയി. രാജു, ഇത് നമുക്ക് അച്ഛനോട് പറഞ്ഞാലോ? ഒരു പ്രയോജനവും ഇല്ല ഋതു. അവർ പറഞ്ഞത് ശരിയാ. അവരെക്കുറിച്ച് എന്ത് പറഞ്ഞാലും സാർ അത് വിശ്വസിക്കത്തില്ല. അതുകൊണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും വഴി നോക്കാൻ ഋതു. നീ വാ, നമുക്ക് ഓഫീസിലോട്ട് പോകാം എന്നും പറഞ്ഞ് രാജുവും ഋതു ഓഫീസിലേക്ക് പോവുകയാണ്. ഋതികയെ കണ്ടതും ഓഫീസിൽ എല്ലാവർക്കും വലിയ സന്തോഷമായി. ഋതിക അവരോട് എല്ലാവരോടും പറയുന്നു, എല്ലാവരും ക്യാബിനിലോട്ട് വാ. അങ്ങനെ ഓഫീസ് സ്റ്റാഫുകളെല്ലാം ക്യാബിനിലോട്ട് വന്നു കഴിഞ്ഞു. രാജു ഋതികയോട് പറയുക, മേഡം വളരെ ഐശ്വര്യപൂർവ്വം മേഡം ആ MDയുടെ കസേരയിലോട്ട് നിരുന്നാട്ടെ. അത് കേട്ടിട്ട് ഋതിക, എന്ത് മേഡമോ? പിന്നല്ലേ, ഓഫീസിൽ പിന്നെ അങ്ങനെയല്ലേ വിളിക്കേണ്ടത്? ഓഫീസിൽ ഭാര്യ ഭർത്താവെന്നൊന്നും ഇല്ല. രാജു വന്നിട്ട് സ്റ്റാഫുകളോട് ചോദിക്കും, അല്ല നിങ്ങൾ തന്നെ പറ, ഭാര്യയെ ഓഫീസിൽ വെച്ച് മേഡം എന്ന് വിളിക്കുന്നതിൽ തെറ്റുണ്ടോ? ഇല്ലെന്ന് മറ്റുള്ളവരും പറയുന്നു. അങ്ങനെ എല്ലാവരും ചേർന്ന് സന്തോഷത്തോടെ ഋതികയെ ആ MD കസേരയിൽ ഇരുത്തുവാണ്. പിന്നെ ഞാനും ഒരു ഡെപ്യൂട്ടേഷനിൽ ഇങ്ങോട്ട് തന്നെ വരുക രാജു പറയുമ്പോൾ അവരതെല്ലാം കൈയടിച്ച് പാസ്സാക്കുവാണ്. നമ്മുടെ ഈ ഓഫീസിന് എപ്പോഴും പുരോഗമനമാണല്ലോ ഉണ്ടാകുന്നത്. ഋതിക ചിരിച്ചോണ്ട് പറയുക, മറ്റൊരു പുരോഗമനം കൂടി ഉണ്ട്. കോളേജിൽ പഠിച്ച ഒരാൾ LKGയിലോട്ട് പഠിക്കാൻ വന്ന എങ്ങനെയുണ്ടാവും? ഈ സുപ്പീരിയർ ഓഫീസറായിരുന്ന ഒരാൾ ഡീപ്രമോഷനായി ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. മറ്റുള്ളവർക്കൊന്നും അത് മനസ്സിലാകുന്നില്ല. അവരൊക്കെ ഇങ്ങനെ പരസ്പരം നോക്കുവാണ്, ആരായിരിക്കും? രാജു, അന്ത പിയൂണിനെ ഒന്ന് കൂപ്പിട്. ഋതികയെ അങ്ങനെ പിയൂണിനെ വിളിക്കാൻ രാജുവിനോട് പറയുമ്പോൾ രാജു ചിരിച്ചോണ്ട് പിയൂൺ എന്നിങ്ങനെ ഉറക്ക വിളിക്കുവാണ്. അപ്പോൾ ഒരു ചമ്മലോടെ പിയൂൺ വേഷത്തിൽ ദീപക് അങ്ങോട്ട് വരുന്നു. എല്ലാവരും ദീപക്കിനെ നോക്കി ഇങ്ങനെ അതിശയത്തോടെ നിൽക്കുവാണ്. ഋതിക അപ്പോൾ പറയുക, വേണ്ട, ഇയാളാണ് ഇന്നു മുതൽ നമ്മുടെ ഓഫീസ് ബോയ്. ചായയോ കോഫിയോ വല്ലതും ചോദിച്ചാലേ ഇയാൾ വാങ്ങി തരുമോ മേഡം? ഒരു സ്റ്റാഫിൻ്റെ ഡൗട്ട്. അതിനെന്താ, തരുമല്ലോ. തരണമല്ലോ. പണ്ട് ഇയാൾക്ക് റെയിൽവേ സ്റ്റേഷനിലെ മസാല ദോശയും വടയൊക്കെ വിറ്റ് നല്ല പരിചയമുണ്ട്. അതുകൊണ്ട് കോഫിയും ചായയൊക്കെ നിങ്ങൾക്ക് തരുന്നതേ വളരെ ഫാസ്റ്റായിരിക്കും. ദീപക് ഇങ്ങനെ കുനിഞ്ഞു നിൽക്കുവാണ്. സ്റ്റാഫുകൾ എന്ത് ചോദിച്ചാലും ഒരു മടിയും കൂടാതെ അപ്പോൾ ചെയ്തു കൊടുക്കണം കേട്ടോ എന്നിങ്ങനെ ഋതിക ദീപക്കിനെ നോക്കി പറയുക. അവനൊന്നും മിണ്ടാതെ കുനിഞ്ഞു നിൽക്കുക. രാജു അന്നേരം ചിരിച്ചോണ്ടൊരു വിരട്ടലായിട്ട് പറയുന്നുണ്ട്, പിന്നെ എന്തെങ്കിലും ഉടായ്പ് നീ ഇവിടെ കാണിച്ചാൽ അത് അപ്പോൾ തന്നെ വർമ്മ സാറിന് പറഞ്ഞേക്കണമെന്നാ പറഞ്ഞേക്കുന്നത്. അതായത് ഇന്നലെ കിട്ടിയ അടി ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുവാണ്. ഞാൻ പറഞ്ഞത് എന്തെങ്കിലും മനസ്സിലായോ പിയൂണെ എന്ന് കളിയാക്കി ഇങ്ങനെ പറയുവാണ് രാജു. ഋതിക സ്റ്റാഫിനോട് പറയുന്നുണ്ട്, പൂന്താനം എഴുതിയ ഒരു കവിതയ്ക്കകത്ത് ചില വരികളുണ്ടല്ലോ. അപ്പോഴൊരു സ്റ്റാഫ്, അറിയാം മേഡം, 2 നാൾ കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവൻ, മാളികാമുകളേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ. എന്നാൽ പിയൂൺ പോയി ജോലി എന്താണെന്ന് വെച്ചാൽ നോക്ക് എന്നും പറഞ്ഞ് ഋതിക അവനെ പറഞ്ഞു വിടുവാണ്. ഋതിക കുറച്ച് കഴിഞ്ഞ് ചിന്തിക്കുവാണ്, എന്നെയും എൻ്റെ രാജുവിനെ കൊല്ലാൻ നോക്കിയവനല്ലേ, അവനിട്ടൊരു പണി കൊടുക്കുക എന്നും പറഞ്ഞിട്ട് സ്റ്റാഫിനെ വിളിക്കുകയാണ്.
സ്റ്റാഫിനോട് ചോദിക്കുന്നു പിയൂൺ എവിടെയെന്ന്. പിയൂണോ? അവൻ താണ്ട് അവിടെ നിന്ന് ഉറങ്ങുവാ മേഡം. എങ്കിലും അവൻ്റെ ഉറക്കം ഞാനിപ്പോൾ മാറ്റി കൊടുക്കാം. അവനെ ഇങ്ങോട്ടൊന്ന് വിളിച്ചേ. ആ സ്റ്റാഫ് എന്നിട്ട് പിയൂണെ ഇയാളെ വിളിക്കുന്നു എന്ന് പറയുമ്പോൾ മതിയടി നിൻ്റെയൊക്കെ അഹങ്കാരം, എല്ലാത്തിനും ഞാൻ കാണിച്ചു തരാം എന്നും പറഞ്ഞ് ദീപക് ഇങ്ങനെ ദേഷ്യത്തിൽ നിൽക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ദീപക് ഇങ്ങനെ പിയൂണായിട്ട് വന്ന് അവിടെ ഇരി എന്തൊക്കെ തരികടയാണോ അവൻ കാണിക്കാൻ പോകുന്നത് അതിനെല്ലാം ചേർത്ത് ഋതികയും രാജു എന്തൊക്കെ അവന് കൊടുക്കാവോ അതൊക്കെ അവനെ ഓഫീസിലിട്ട് കൊടുക്കും. അംബികയുടെ തിരിമറിയെല്ലാം രാജുവും ഋതികയും കണ്ടുപിടിച്ച് അതും പ്രതാപനെ കാണിക്കും എന്നുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.